മുസ്ലിയാരുട്ടികൾ അതിന് മറുപടി പറയാൻ പ്രവാചകന്റെ പ്രാർത്ഥനയൊക്കെ ശരി തന്നെ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅ്ബദ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദ, പ്രാർത്ഥനയൊക്കെ ശരി തന്നെ. പക്ഷേ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെട്ടോ എന്നാണ് അവരുടെ സംശയം. അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ഒരു ആരാധനാ കേന്ദ്രമാക്കി മാറ്റല്ലേ. എന്റെ ഖബറിനെ ആരാധന കേന്ദ്രം എന്നതുപോലെയാണെങ്കിൽ അല്ലാഹു തആല റസൂലിന്റെ ദുആ സ്വീകരിച്ചില്ല എന്ന് വരൂലേ? നമ്മൾ മുസ്ലിങ്ങൾ അവിടെ പോയിട്ട് ആരാധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹിന്റെ ദുആക്ക് അല്ലാഹു തആല ഉത്തരം കൊടുത്തില്ല എന്ന് വരൂലേ? അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറുമായി ബന്ധപ്പെട്ട് മഹാരഥന്മാർ കൃത്യമായ രൂപത്തിൽ അതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് മഹാനായ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ വിശദീകരിക്കുന്ന രംഗം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണാം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅ്ബദ്, അല്ലാഹുവേ, എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന ആരാധന കേന്ദ്രമാക്കി മാറ്റല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിന. അദ്ദേഹം വിശദീകരിക്കുന്നത് ഫഅജാബ റബ്ബുൽ ആലമീന ദുആഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിന്റെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി. എങ്ങനെയാണ് ഉത്തരം നൽകിയത്? വഅഹാതഹു ബിസലാസതിൽ ജുദറാനി, 3 ചുവരുകൾക്കുള്ളിൽ 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ സംരക്ഷിച്ചു. അഥവാ പ്രവാചകൻ വഫാത്തായത് ആയിഷ ബീവിയുടെ വീട്ടിൽ കിടന്നിട്ടാണ്. അതിനു പുറത്ത് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വളരെ ശക്തമായ രൂപത്തിൽ 4 മൂലയുള്ള ഒരു കെട്ടുണ്ടാക്കി, വലിയൊരു മതിൽക്കെട്ടുണ്ടാക്കി. പിന്നീട് 2ാം ഉമർ എന്നറിയപ്പെട്ട മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിൽ അതിന് പുറത്ത് വീണ്ടും 5 മൂലയുള്ള ഒരു കെട്ട്, അഥവാ ആദ്യത്തിൽ ആയിഷ ബീവിയുടെ വീടിന്റെ കെട്ട്, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ കെട്ട്, അതിന് പുറമെ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കിയ കെട്ട്, പിന്നീട് പിൽക്കാലഘട്ടത്തിൽ തുർക്കികളുടെ കാലഘട്ടത്തിലും സൗദി ഭരണകൂടം നിലവിൽ വന്ന കാലഘട്ടത്തിലുമായി, അഥവാ മുഴുവനായി പറഞ്ഞാൽ പുതിയ കാലഘട്ടത്തിലെ നിലവിലത്തെ അവസ്ഥ വെച്ച് വിശദീകരിച്ചാൽ 5 മതിൽക്കെട്ടുകൾക്കുള്ളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ സംരക്ഷിക്കപ്പെട്ടു എന്നത് ചരിത്ര സത്യമാണ്. നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്കുണ്ടോ അതറിയുന്നു? ഇന്നും ചില ആൾക്കാർ വന്നിട്ട് പറയും ബോധം ബുദ്ധി ഇല്ലാതെ റസൂലുള്ളാഹിന്റെ ഖബർ ഞാൻ കണ്ടു, അവിടെ പോയി മുത്തി. അതുകൊണ്ടാണ് കാന്തപുരത്തുള്ള ഒരു മുസ്ലിയാർ വന്ന് പറഞ്ഞത്, റൗദന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അവിടുത്തെ ജീവനക്കാരങ്ങനെ പൊടി ഇങ്ങനെ അടിച്ചുകൊണ്ട് വരുമ്പോൾ മൂപ്പരിങ്ങനെ കയ്യാട്ടി നിന്നു, അള്ളാ പൊടി വാക്കല്ല ഇങ്ങോട്ട് തന്നാളി, നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് പൊടി കൊണ്ടുവന്ന് അല്ലേ, കഴിഞ്ഞ റമദാനിൽ റസൂലുള്ളാഹിന്റെ മുടിയിട്ട റൗദയിൽ നിന്ന് കിട്ടിയ പൊടിയിട്ട പ്രവാചകന്റെ കൈവിരലുകൾക്കിടയിൽ നിന്ന് വന്ന മോചിതത്തിന്റെ വെള്ളമടക്കം ചേർത്ത കുലിക്ക് സർവത്തായിട്ടാണ് കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യം മർക്കസ് സഖാഫത്ത് സുന്നിയെന്ന്. ഈ രൂപത്തിൽ വിശദീകരിക്കപ്പെടുന്ന പുതിയ കാലഘട്ടത്തെക്കുറിച്ച് ഒരു ബോധവുമില്ലാത്ത മുസ്ലിയാക്കന്മാർ റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന സ്വീകരിച്ച് 3 മതിൽക്കെട്ടുകൾക്കുള്ളിൽ റസൂലുള്ളാഹിന്റെ ഖബർ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. 1350 കൊല്ലമായി ഒരു മനുഷ്യന് തന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത രൂപത്തിൽ ആ ഖബർ അവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്.